ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2000-ലേറെ വേക്കൻസി ഉൾപ്പെടുത്തി RPF-ൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റിലീസാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വിക്ക് സമ്മറിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. RPF-ലേക്കുള്ള, അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ എന്നീ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ റിലീസായിട്ടില്ല. അത് ജനുവരിയിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസാവുന്നത് RPF-ൻ്റെ rpf.indianrailways.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരിക്കും. ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2250 ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെയും ബേസിസിലായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റേജിലൂടെ കടന്നാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് ഇപ്പോൾ 250 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷനാണ്. ഏജ് ലിമിറ്റ് ആവുമ്പോൾ 20-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 35,000-ലാണ്. അപ്പോൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് 250 വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷനാണ്. ഏജ് ലിമിറ്റ് 20 to 25 ആണ്. ഇനി കോൺസ്റ്റബിളാണ്. കോൺസ്റ്റബിളിന് വേക്കൻസി പറയുന്നത് 2000 ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് 10th പാസ്സാണ്. 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ബേസിക് പേ പറയുന്നത് 21,700 ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടില്ല, ഉടൻ തന്നെ റിലീസാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയ്ക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്